സ്വാതന്ത്ര്യത്തിൻ മൂവർണ്ണ കൊടിവാനിലുയർന്നു പറക്കട്ടെ. അടിമത്തത്തിൻ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും കൃത്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സ്ഥാപന മേധാവി, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബീന ടീച്ചർ പതാക ഉയർത്തിക്കൊണ്ട് നമ്മളുടെ പരിപാടികൾ ആരംഭിക്കുകയായി. അഫ്സൽ സർ, സ്കൂൾ HM ഓംകാരനാഥൻ സർ, എത്രയും മദർ PTA പ്രസിഡന്റ് ബിന്ദു, എത്രയും പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഇരുണ്ട നാളുകളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ അനേകായിരം ബ്രിട്ടീഷുകാരോട് പൊരുതി നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് ഈ രാജ്യത്ത് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം നമ്മളെ പൂർവികരെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അനേകായിരങ്ങൾ രക്തം ചിന്തി നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ നാടിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി, നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടുകാർക്ക് ഭരണഘടന, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വന്തമായി ഭരണഘടന ഉണ്ടാവാൻ വേണ്ടി അനേകായിരം രക്തം ചിന്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. അപ്പോൾ ഇനിയുള്ള ഭാവി നിങ്ങളിലാണ്. നിങ്ങൾ വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ട വരുന്ന തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, ജീവൻ ത്യാഗം ചെയ്ത ആയിരങ്ങളോട് നമുക്ക് നീതി പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, സുശക്തമായ ഭരണഘടന. ആ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കേണ്ടതുണ്ട്. വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്ത്. എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഓരോ മതവിഭാഗത്തെയും ബഹുമാനിക്കാനും ആദരിക്കാനും നിങ്ങൾ ചെറുപ്പത്തിലേ പഠിക്കണം. അതേ രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്നത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ സ്കൂൾ പരിസരത്തും നിങ്ങൾ പലരും അഭിമുഖീകരിക്കുന്നുണ്ടാവും, കാഴ്ചക്കാരായിട്ടുണ്ടാവും. ലഹരിയുടെ
നമ്മുടെ യുവതലമുറയെ വീഴ്ത്താനായിട്ട് ഒരുപാട് ദുഷ്ടശക്തികൾ പുറത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിടിയിൽ വീഴാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറണം. നമുക്ക് കുടുംബത്തോട്, നിങ്ങളെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് രക്ഷിതാക്കൾ വളർത്തി വലുതാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട് രക്ഷിതാക്കൾക്കും, അതേപോലെ സമൂഹത്തിനും, അതേപോലെ സ്കൂളിനും, അധ്യാപകർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടമകളുണ്ട്, കുടുംബത്തോടും രാജ്യത്തോടും സമൂഹത്തോടുമെല്ലാം. അതുകൊണ്ട് ഈ ലഹരി എന്ന മാരക വിപത്തിനെതിരെ പോരാടാനായി ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ബോധനം ചെയ്യുകയാണ് ഞാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സവിശേഷതകളുള്ളതും ഒരുപാട് മാതൃകകൾ മുന്നോട്ട് വെച്ചതുമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഒരു മനോഹരമായിട്ടുള്ള ഓർക്കസ്ട്ര പോലെയുള്ള ഒന്നായിരുന്നു അത്. ഒരു ഓർക്കസ്ട്രയിൽ വിവിധ സംഗീതോപകരണങ്ങൾ ഉണ്ടാവും, വിവിധ വേഷങ്ങളൊക്കെ ധരിച്ചുള്ള പാട്ടുകാരുണ്ടാവും. ഇതുപോലെ തന്നെയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും. അത് വിവിധ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ പങ്കെടുക്കുകയും വിവിധ ആശയധാരകളിലൂന്നി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്ന് ചരിത്രം പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച എല്ലാവരും സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഗാന്ധിയൻ ആശയധാരയായിരുന്നു കാണാൻ പറ്റും. നിസ്സഹകരണത്തിൻ്റെതായ, അതുപോലെ അഹിംസയിൽ അധിഷ്ഠിതമായ, ധാർമ്മികതയിൽ ഊന്നിയ ഒരു സമരമാണ് ലോകത്തിൽ അതിനു മുമ്പ് ആരും വെച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി മരിച്ചതിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പല ഗാന്ധിമാർ രൂപപ്പെട്ടു. അമേരിക്കൻ ഗാന്ധിയനും ആഫ്രിക്കൻ ഗാന്ധിയനും ഒക്കെയുള്ള തരത്തിൽ വിശേഷണങ്ങളോടുകൂടി വിവിധ രാജ്യങ്ങളിൽ ഗാന്ധിയുടെ അവതാരങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കേവലം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ നമ്മളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്തു എന്നൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ മാത്രമല്ല, നമ്മളുടെ കോട്ടൺ, നമ്മുടെ കൽക്കരി പോലെയുള്ള പലതരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ, എന്തിന് നമ്മുടെ കേരളത്തിലുണ്ടാക്കുന്ന കയർ, കേരളത്തിന്റെ മലകളിൽ ഉണ്ടായി വന്നിട്ടുള്ള നല്ല മൂപ്പുള്ള തേക്ക് പോലും ബ്രിട്ടീഷുകാർക്ക് ചൂഷണം ചെയ്യാനുള്ള ഉപാധികളായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയെ മുച്ചൂടും കൊള്ളയടിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത് മാത്രമായിരുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത. മറിച്ച് അന്നത്തെ ഇന്ത്യ നമ്മൾ വളരെ മനോഹരമാണ് എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു ഭൂതകാലവും കൂടി നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മനുഷ്യർക്ക് പരസ്പരം കാണാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന, എന്നിട്ടല്ലേ നമുക്ക് തൊടാനും സംസാരിക്കാനൊക്കെ പറ്റുക, അത്ര പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു ഭൂതകാല ചരിത്രവും നമുക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കണം. നിങ്ങളും കുട്ടികളാണ്, നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളൊക്കെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ ചെറിയ ചെറിയ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന, ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരുടെ ഒരു ഇന്ത്യ, ആയിരക്കണക്കിന് നാട്ടുരാജാക്കന്മാർ വിലസിക്കൊണ്ടിരുന്ന ഒരു ഇന്ത്യ. അഭിമാനമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒത്തുചേരുമ്പോൾ ആ സ്കൂളിനെ കുറിച്ചും നമുക്ക് അഭിമാനബോധമുണ്ടാവും. ഈ അഭിമാനബോധം തന്നെയാണ് രാജ്യത്തെക്കുറിച്ചും ഉണ്ടാകേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ സ്കൂളിനെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും അഭിമാനമില്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച് മാത്രം അഭിമാനം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു രാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടപ്പാട് നമ്മളുടെ ചുറ്റുപാടുകളെ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെ അഭിമാനത്തോടുകൂടി നോക്കിക്കാണുകയും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും സദാ സന്നദ്ധരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാനത് പറയുന്നത് നമ്മളെ സ്കൂളിനെ കുറിച്ച് ഒന്നുകൂടി ഇനി പറയുകയാണ്. നമ്മളെ സ്കൂൾ, നമ്മൾ ഇത്രയും വിദ്യാർത്ഥികൾ നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് നമുക്ക് അഭിമാനമുള്ളത് കൊണ്ട് കൂടിയാണ് അത് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മുടെ സ്കൂൾ
ഇവിടുത്തെ മികച്ചൊരു സ്കൂളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയാണെങ്കിൽ PTA എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാൻ പറ്റും. കൂടാതെ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതാൻ അക്കാഡമിക്കായിട്ട് ഇവിടെ എക്സലൻ്റായ അധ്യാപകർ ഇവരുണ്ട്. അതിന് പുറമേ ഉള്ള കാര്യങ്ങളിലും കൂടി ഈ സ്കൂളിൽ വന്നതുകൊണ്ട് അവസരം ലഭിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മളെ സ്കൂളിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. അത് നിലനിർത്താനും അത് സാധ്യമാവാനും എല്ലാവരും സഹകരിക്കുക. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് 78ാം സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മൾക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെയും മറ്റു ധീരദേശാഭിമാനികളെയും ഈ നിമിഷം നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. Principal, teachers and students, I am extremely glad to get this opportunity to deliver Independence Day speech. 1947, 15th August. I wish you all a very happy Independence Day. Since then, every year we celebrate Independence Day on 15th August. We should never forget the sacrifice of all the freedom fighters like Mahatma Gandhi, Bhagat Singh, Subhash Chandra Bose and many others who fought to make a free nation from British rule. Independence Day is not just a celebration of our past, but it's a reminder of the responsibility we carry as a citizen of a free nation. Independence Day is not just a free nation. Let us pledge to uphold the principle of democracy, the principle of integrity, the principle of unity. Jaya Bharadambekku Vandanam, Janakodigalkku Jeevamridam. Jaya Bharadambekku Vandanam. ഹൃദയമേ ഹൃദയമേ ഉണരും ഈ വേളയിൽ, ഹൃദയമേ
ഭാരതാംബയ്ക്കു വന്ദനം. ജയ കിസാനോ ജയ ജവാനോ ജയ കിസാനോ ജയ ജവാൻ. ജയ കിസാനോ ജയ ജവാനോ ജയ കിസാനോ ജയ ജവാൻ. ജയ 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 ദേശം ജയ 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 ഭാരതം. ജയ 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 ദേശം ജയ 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 ഭാരതം. ശാന്തി മന്ത്രമായി ഹിന്ദുവും മനസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും മനസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ഒരു നറുമലരികൾ പോലെ മനസ്സു ചേർക്കുന്ന ഭാരതമാതാവിൻ മടിയിൽ ചാനുറങ്ങീന രാഷ്ട്രദേശത്തിൽ കീർത്തിയാർന്ന നാടേ. ജയ 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 ജനനി ജനകോടികൾക്കു ജീവാമൃതം. ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം. ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജയ കിസാനോ ജയ ജവാനോ ജയ കിസാനോ ജയ ജവാൻ. ജയ കിസാനോ ജയ ജവാനോ ജയ കിസാനോ ജയ ജവാൻ. ജയ 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 ദേശം ജയ 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 ഭാരതം. ജയ 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 ദേശം ജയ 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 ഭാരതം. ഇന്ന് ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനം. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന ദിനമാണ്. നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. ആദരണീയരായ ദുർജനങ്ങളെ, പ്രിയമുള്ള കൂട്ടുകാരെ, സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഇന്ന് ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി താണ്ഡവമാടിയ വയനാട്ടിൽ നമുക്ക് നഷ്ടമായത് നൂറുകണക്കിന് സഹോദരങ്ങളെയാണ്. അവർക്കൊക്കെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ദിനം ആഘോഷിക്കാൻ കഴിയൂ. നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക കായിക മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളും ദളിത് പീഡനങ്ങളും അതിജീവനത്തിനായി കർഷകർ നടത്തുന്ന സമരങ്ങളുമൊക്കെ സ്വാതന്ത്ര്യം എല്ലാ മേഖലകളിലും എത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. സമ്പന്നർ അതിസമ്പന്നരാവുകയും ദരിദ്രർ പരമദരിദ്രരാവുകയും ചെയ്യുന്ന സാമ്പത്തിക അസമത്വം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒക്കെ ചേർന്നാൽ മാത്രമേ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാവുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ സ്വസ്ഥത നശിപ്പിക്കുന്നവയാണ്. ഒമിത്തെ പോലെ ഇനിയും നേടിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ കലാപവും അശാന്തമായ കാശ്മീർ താഴ്വരയും പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ്. മംഗൾ പാണ്ഡെ മുതൽ 1946 നാവിക കലാപത്തിൽ വീരമൃത്യു വരിച്ച സേനാംഗങ്ങൾ വരെ ഒരുപാട് ജീവത്യാഗം ചെയ്ത് നേടിത്തന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നൂറ്റാണ്ടുകളോളം നമ്മളെ അടക്കി ഭരിച്ചിരുന്ന വിദേശ ശക്തികളുടെ പിടിയിൽ നിന്ന് മാത്രമേ നമ്മൾ സ്വതന്ത്രരായിട്ടുള്ളൂ. സാമ്പത്തിക അസമത്വങ്ങളിൽ നിന്ന്, മയക്കുമരുന്നെന്ന മാർഗ വിപത്തിന്റെ പിടിയിൽ നിന്ന്, വർഗീയ ശക്തികളുടെ കരങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഇനിയും സ്വാതന്ത്ര്യം നേടേണ്ടതുണ്ട്. ഗാന്ധിജി, തിലകൻ, നേതാജി, പട്ടേൽ, നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങി പേരറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് പേര് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാം.
കഷ്ടപ്പെട്ട് നേടിയ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ലെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ജയ് ഹിന്ദ്. അടുത്തതായി I wish you all a happy Independence Day. In this glorious occasion of our nation, celebrating 78th Independence Day, I would like to share a few words on the topic national integration. Our motherland is India, a land of diversity and unity. We have different languages, religions, traditions, and so on. We should respect and celebrate our differences. We should be proud of our differences. From Kashmir to Kanyakumari, from Gujarat to Arunachal Pradesh, we are all Indians. Let's unite and make our India a great nation. Let's show the world that we are one despite our differences. Thank you. ഒരു ഇംഗ്ലീഷ് ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ആകാശഗംഗയൊഴുകി വന്ന ഭൂമി ആകാശഗംഗയൊഴുകി വന്ന ഭൂമി ശ്രീകൃഷ്ണ
കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിൻ്റെ ദിനം. ആ പുണ്യദിനം നാം ആഘോഷിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള സ്നേഹവും കൂറും നമ്മുടെ പ്രകടനത്തിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്നത് നാം ഒരിക്കലും മറക്കരുത്. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. നാനാത്വത്തിൽ ഏകത്വമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. ഒരു ഗ്രാമം ഉരുൾപൊട്ടലിലൊട്ടാകെ ഒഴിച്ചു പോയപ്പോൾ കയ്യും മെയ്യും മറന്ന് ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭാരതത്തിനായി പരിശ്രമിക്കാം. आदरणीय शिक्षकगण और मेरे प्यारे देशवासियों, आप सभी को स्वतंत्रता दिवस का हार्दिक शुभकामनाएं। जैसे कि आप सभी जानते हैं, हम यहाँ भारत का 77वें स्वतंत्रता दिवस का जश्न मनाने के लिए एकत्र हुए हैं। आज हमें सबसे पहले उन स्वतंत्रता सेनानियों को दिल से नमन करना चाहिए जिन्होंने हमारे देश भारत को अंग्रेजों को गुलामी से आज़ाद दिलाई थी। यह दिन हमें महात्मा गांधी, सुभाष चंद्र बोस, मंगल पांडे जैसे कई महान सेनानियों को दिल से नमन करना चाहिए। उनके त्याग, तपस्या और बलिदानों के वजह से आज हम आज़ाद हैं। आइए हम सब मिलकर प्रतिज्ञा करते हैं कि इन सभी समस्याओं का उल्लेख हम करेंगे और हमारे देश भारत को विश्व का सर्वश्रेष्ठ देश बनाएंगे। जाते जाते मैं अपना भाषण का समापन एक शाह से करना चाहूँगा। ना जियो धर्म के नाम पर, ना जियो धर्म के नाम पर, इंसानियत ही है धर्म वतन का, सिर्फ जियो वतन के नाम पर। जय हिंद। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। सबाहुल खैर अय्युहल मुअल्लिमूनल किराम व ज़ुमलाए अहिब्बा। अव्वलन अतमन्ना लकुम जमीआ ईदुल इस्तिक़लाल सईदुन जिद्दा। यौमुल इस्तिक़लाल यौम सईद व यौम यफ़रहु बीदुल इस्तिक़लाल हिंदी कातिबा। اليوم نحتفل بعيد الاستقلال हिंदी सनत 78 حصلنا بعيد الاستقلال من البريطانيين علماء مثل महात्मा गांधी, जवाहरलाल नेहरू, सुभाष चंद्र बोस, मौलाना अब्दुल कलाम आज़ाद व कलमी हाजी शाकिर लकुम। जी धर्ममेव जयते धर्ममेव जयते सत्यमेव जयते धर्ममेव जयते सत्यमेव जयते जयते सत्यमेव जयते सत्यमेव जयते जयते सत्यमेव जयते കൃഷ്ണൻ ക്രിസ്തുവും തിരുമേനി മുന്നായി വാഴുന്ന പുണ്യഭൂമി ദേശതും മതിലുകളല്ലല്ലോ ഇവിടെ അതിരുകളല്ലല്ലോ ആശ ഭാരത മണ്ണിൻ മക്കൾ സോദരരാണല്ലോ നാം സോദരരാണല്ലോ നാം സോദരരാണല്ലോ വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം